ഗൈസ്, വെൽക്കം ടു കളീസ് കഥകൾ. സോ ഇന്ന് ഞാനൊരു റിയൂണിയന് പോവുകയാണ്. ഓക്കെ, എൻ്റെ ഹൈസ്കൂൾ റിയൂണിയന് വേണ്ടി പോവുകയാണ്. ഇറ്റ്സ് ലൈക്ക് ഞാൻ പഠിച്ചത് പ്രസൻറ്റേഷനിലാണ്. സോ ഞാൻ വല്ലാണ്ട് ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുത്ത് ആസ് യൂഷ്വൽ ബോറടിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു കഫ്താൻ മോഡൽ ഡ്രസ്സാണ്. പിന്നെ ഹെയർ ഭയങ്കര സിമ്പിളായിട്ടൊന്ന് വട്ടത്തിൽ കെട്ടി. അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കുഴങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫേസിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഇച്ചിരി സൺസ്ക്രീനും ക്രീമൊക്കെ തേച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഹെയർ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തു. അല്ലാണ്ട് തൃപ്തിയായിട്ടില്ലെങ്കിലും ഒരു പൊടിക്ക് ബ്ലഷും ലിപ്സ്റ്റിക്കും പിന്നെ മസ്കാരൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ആക്സസറീസ് വന്നിട്ട് ഭയങ്കര സിമ്പിളായിരുന്നു. ചെറിയൊരു മാലയും പെൻഡൻ്റ് ഇല്ലേ അതും, പിന്നെ ഒരു ചെറിയ കുഞ്ഞി സ്റ്റഡ്. ഇതായിരുന്നു നമ്മുടെ ആക്സസറീസ്. അങ്ങനെ സ്വയം കണ്ണാടി നോക്കി തൃപ്തിപ്പെടുത്തി. ഇതൊക്കെ തന്നെ ധാരാളമാണ് പുത്രി, വേഗം ചെല്ലൂ എന്നുള്ള മൈൻഡിലായിരുന്നു ഞാൻ ഓട്ടോ വിളിച്ചിട്ടൊക്കെ പോണേ. അപ്പോൾ പരിപാടിയിൽ കാണാം. സോ വലിയ വലിയ കുളങ്ങളൊക്കെ താണ്ടി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഭൂമിയിലെ മനുഷ്യർ മൊത്തം എൻ്റെ നാട്ടിലേക്ക് എത്തിയോ എന്ന് തോന്നിപ്പോയി ബ്ലോഗ് കണ്ടപ്പോൾ. എല്ലാവരും എന്നെ മാത്രം നോക്കുന്നു. അവസാനം എവിടെ കണ്ട് കടന്ന് അച്ഛനെ പിടിച്ച് കൊണ്ടുവന്ന് ഞാൻ അച്ഛൻ്റെ വണ്ടി കയറിയിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടെ പോയത്. ഇതിലൊക്കെ ഞാൻ വോയിസ് ഓവറായിരുന്നു, അല്ലാണ്ട് ഈ വോയിസിലൊന്നും കേൾക്കില്ലല്ലോ. നീ ഫേമസ് ആവട്ടെ, ഞാൻ വലിയൊരു യൂട്യൂബറല്ലേ ആവട്ടെ. ഇനിയുള്ള ശബ്ദങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തതിൽ ഞാൻ തികച്ചും നിരപരാധിയാണ്. സോറി ഗൈസ്. ഇനി ഫുൾ ഒരു ഓർമ്മകൾ അയവറക്കലാണ്. ഗൈസ്, ഞങ്ങളങ്ങനെ ഓർമ്മകൾ അയവറക്കലാണ്. ഇനി നമുക്ക് കുറച്ച് സ്റ്റേജ് പരിപാടിയിലേക്ക് കടക്കാവുന്നതാണ്. മീൻവയൽ ഇതേപോലെ കുറേ കലാപരിപാടികൾ അവിടെ നടന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം വീഡിയോ എടുത്ത് തെക്കുന്നത് എന്തിനാന്ന് വെച്ച് മടികൊണ്ട് എടുക്കാതിരുന്നാണ്. സംഭവം അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പ്രേതവും ഡാൻസും പാട്ടും എല്ലാം കൊണ്ട് തികഞ്ഞൊരു പരിപാടിയായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കലാപരിപാടികളുണ്ടായിരുന്നു. എല്ലാവരും കലാകാരന്മാരായിട്ട് ഇവിടെ നിറഞ്ഞു നിൽക്കായിരുന്നു. സോ ലേറ്റ് നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് വയറും മനസ്സും ഒക്കെ സെറ്റാക്കി ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടൊരു ഈവനിങ് ആയിരുന്നു. ബ്യൂട്ടിഫുൾ ഡേ ഇറ്റ് വാസ്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് വെയിറ്റ് ഫോർ മോർ വീഡിയോസ്.